ഹലോ ഗൈസ്, അപ്പം നമ്മളാണെങ്കിൽ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ. സുട്ടിന് 2 ദിവസമായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം, തിന്നോ നോക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ കൂടുതലൊക്കെ എടുക്കാൻ വേണമെങ്കിൽ ഞാനപ്പോൾ ഈ കുറച്ച് എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് എണ്ണയിലിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഇവർക്ക് അധികം എരിവൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നോക്കിയാൽ വേണ്ട, ഇവിടെ ഒരു ബിരിയാണി മസാല ഇരിപ്പുണ്ടായത്. അപ്പോൾ പിന്നെ കുറച്ച് മണമൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതും കൂടി കുറച്ചങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നല്ലൊരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ബിരിയാണിയാന്ന് തന്നെ വിചാരിച്ചോളുമല്ലോ, ഇനിയിപ്പോൾ ശരിയായില്ലെങ്കിൽ തന്നെ. അതൊന്ന് വാടി സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി ഇടാം കേട്ടോ. അരി ഇട്ടൊന്ന് കുറച്ചൊന്ന് ചൂടാവണേ അരി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചൊന്ന് സെറ്റായി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് കുക്കറിൽ അടച്ച് വെക്കണം കേട്ടോ. ഞാൻ ഒരു 3 വിസിലാണ് അടിച്ചത്. 3 വിസിലടിച്ചിട്ട് ഞാനത് ഫുള്ള് ഇത് പോകണ വരെ അവിടെ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ പായസം പോലെ ആകുമെന്ന് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് സെറ്റായി കിട്ടി. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ പിള്ളേരെ പറ്റിക്കാൻ ഇതൊക്കെ മതി. പിന്നെ ലാസ്റ്റ് അവൻ പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് കേട്ടോ, സൂപ്പറായിരുന്നു.